ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധർമ്മനാണെങ്കിൽ ദേവിയെ കുളിപ്പിക്കുന്ന അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയാം, ഇതെന്തിനാ മഞ്ഞവെള്ളം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോമതി കാര്യങ്ങളെല്ലാം പറയുവാണ്. അപ്പം തന്നെ നമ്മുടെ ധർമ്മം പറയുന്നുണ്ട്, ഞാനെന്തായാലും ദേവിയുടെ സഹോദരൻ തന്നെയാണ്, അപ്പോൾ ഞാൻ ഒഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഈ വെള്ളം? കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിനൊക്കെ ഓരോ ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോകുമ്പോഴേ അതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ സഹോദരനായിട്ട് നീ ഒരാളുണ്ടല്ലോ, അപ്പോൾ പിന്നെ നിനക്ക് ഒഴിക്കാം, കുഴപ്പമില്ല. അയ്യോ, ധർമ്മേട്ടനോ ഒഴിക്കുന്നത്, ഈശ്വരാ എന്ന് പറഞ്ഞ് സുകന്യ മാറി നിന്ന് ഇതെല്ലാം കണ്ടും കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഒഴിക്കട്ടെ, കുഴപ്പമില്ല, എന്തായാലും മാമൻ്റെ കയ്യിൽ നിന്ന് നല്ല ചൊറിച്ചിൽ കിട്ടിക്കോളും എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് സുകന്യ. എങ്ങനെ വെള്ളം ചൊറിയുമ്പോൾ എന്ത് പറ്റും, വെള്ളം ടെസ്റ്റിന് കൊടുക്കേണ്ടി വരുമല്ലോ. ആ സമയത്ത് എന്തായാലും ഇതിൽ നായ്ക്കറിനെ പൊടി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ടെസ്റ്റിൽ അറിയാൻ പറ്റും. ഇതാരാ ഉപയോഗിച്ചത്, കൊണ്ടു കൊടുത്തത് എന്തായാലും മിത്രയാണെന്ന് സ്ഥാപിക്കണം. പക്ഷേ ഇവരാരും വിശ്വസിക്കില്ലല്ലോ മിത്രയാ ചെയ്തതെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവളുടെ മുറിക്കകത്ത് തന്നെ ആ ഒരു പൊടി കിട്ടണം. അപ്പം മനസ്സിലാവും ഇവൾ തന്നെ അത് ചെയ്തതെന്ന്. അതിനുള്ള വഴി കണ്ടെത്തിയേ പറ്റുള്ളൂ. രക്ഷപ്പെട്ടു. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അങ്ങനെ മിത്ര കുടുങ്ങുകയും ചെയ്യും. മിത്ര എല്ലാവരുടെ മുന്നിലും ഒറ്റപ്പെടുകയും ചെയ്യുമല്ലോ. അത് കണ്ടിട്ട് സുകന്യ, അത് ഓർത്ത് സുകന്യ പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൈയെടുത്ത് പൊക്കുമ്പോൾ മതിലിൻ്റെ മുകളിൽ ഇരുന്ന് ചെടിച്ചട്ടി വന്ന് താഴെ വീഴാട്ടോ. അപ്പോൾ ഇനി അയ്യോ കണ്ടു, ഇവരെല്ലാവരും കണ്ടു സുകന്യ അവിടെ നിൽക്കുന്നത്. സുകന്യ ഒറ്റ ഓട്ടം ഓടാൻ പോകുമ്പോൾ, അയ്യോ സുകന്യ എന്താ അവിടെ നിന്ന് കളഞ്ഞത്, വാ ഇങ്ങോട്ട് വാ, ഇതെല്ലാം ഒന്ന് കണ്ടുപിടിക്കുക സുകന്യെ. അയ്യോ ഞാനില്ല, വരാൻ. അങ്ങനെ സുകന്യ മടിച്ച് പതിയെ അടുത്തേക്ക് വരും കേട്ടോ. അപ്പോൾ മിത്ര പറയണ്, സുകന്യേച്ചിക്ക് ഈ ഒരു പരിപാടിക്കൊന്നും തീരെ താല്പര്യമില്ല, ഇതൊക്കെ വേസ്റ്റ് പരിപാടി എന്നാണ് പറയുന്നത്. ആണോ സുകന്യെ, നീ അങ്ങനെ പറഞ്ഞോ എന്ന് ധർമ്മം ചോദിക്കുക. പിന്നെ മഞ്ഞൾ വെള്ളത്തിൽ കുളിക്കുന്നുണ്ട്, ബോഡിയിൽ വിഷാംശം മുഴുവൻ നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നതൊക്കെ വെറും അന്ധവിശ്വാസമാണ്. ബോധമുള്ളവരൊന്നും ഈ അണ്ടത്തിലൊന്നും വിശ്വസിക്കില്ല. അപ്പോൾ ധർമ്മൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഗർഭിണിയായിരുന്നപ്പോൾ മഞ്ഞ വെള്ളത്തിൽ കുളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഗർഭിണിയായിരുന്നപ്പോഴും മഞ്ഞ വെള്ളത്തിൽ കുളിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ സുകന്യ പറയാ, ഇന്നത്തെ വെട്ടിത്തരമെല്ലാം നാളത്തെ ആചാരമായിട്ടെന്ന് കേട്ടിട്ടില്ലേ, അതൊക്കെ ഉള്ളൂ, ഇതൊക്കെ ചുമ്മാ ആവശ്യമില്ലാതെ ഓരോ പണികൾ. അത് ശരി, മഞ്ഞൾ വെള്ളത്തിൻ്റെ ഗുണം ഇവളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ എന്ന് ധർമ്മൻ വിചാരിക്കുക കേട്ടോ. എന്നിട്ട് ധർമ്മൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇനിയിപ്പം അപ്പോൾ ഈ വെള്ളത്തിനൊരു ഗുണമില്ലേ സുകന്യ? ഒരു ഗുണമില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സുകന്യയുടെ ജലദോഷം മാറിയായിരുന്നോ? ഇല്ല. എന്നാലേ ആ ജലദോഷവും അലർജിയൊക്കെ ഇപ്പം മാറും. എങ്ങനെ? ഇങ്ങനെ എന്നും പറഞ്ഞാൽ അതിൽ വെള്ളം കോരി സുകന്യയുടെ തലയ്ക്ക് കോരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ധർമ്മൻ. സുകന്യക്കാണെങ്കിൽ അവിടെ നിന്ന് ഓടാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ശരിക്കും വെള്ളം കോരി ഒഴിച്ച് കുളിക്ക്, ജലദോഷവും അലർജിയും എല്ലാം പമ്പ കിടക്കും, കുളിച്ചോ എന്നും പറഞ്ഞ് തലയിൽ ഇങ്ങനെ അയ്യോ ഒന്ന് നിർത്താൻ ധർമ്മേട്ടാ, ഒന്ന് നിർത്താൻ. ഇറങ്ങി ഓടാനും പറ്റുന്നില്ല, കാരണം ഇവരെല്ലാവരും നിൽക്കുമല്ലേ. ഇതിനിടയിൽ കൂടെ നമ്മൾ ഗോമതി പറയാം, മോളെ അവനൊരു തമാശ കാണിച്ചത്, ഇതാണ് തമാശ, വിടാനല്ലേ പറഞ്ഞത്, ദേഹം മുഴുവനും ചൊറിയാൻ തുടങ്ങിയിട്ടോ. അങ്ങനെ മതി, നിർത്താനല്ലേ പറഞ്ഞത്, അത് വേണ്ട, നീ കുളിച്ചിട്ട് പോയാൽ മതി, മഞ്ഞൾ വെള്ളത്തിൻ്റെ ഗുണം നീ അറിയ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുകന്യ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു കേട്ടോ. ദേഹം മുഴുവനും ചൊറിച്ചിലായി. ധർമ്മൻ പുറകെ ഓടുന്നുണ്ട്. അപ്പോൾ തന്നെ ബാക്കിയിരുന്ന ആ ചരുവത്തിലിരുന്ന വെള്ളം അത്രയും കൂടെ മറിഞ്ഞ് താഴെ പോവാണ്. പിന്നെ സുകന്യ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എല്ലാവരും കൊണ്ട് ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അയ്യോ വെള്ളം മുഴുവൻ തട്ടിക്കളഞ്ഞല്ലോ ചേച്ചി. അത് കുഴപ്പമില്ലടാ, വെള്ളം വേറെ തിളപ്പിക്കാം. പക്ഷെ നീ എന്ത് പണിയാടാ ഇവിടെ കാണിച്ചത് ചേച്ചി? അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പണി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. മഞ്ഞൾ വെള്ളത്തിൻ്റെ ഗുണം ഇന്ന് അവൾ മനസ്സിലാക്കിക്കൊള്ളും എന്ന് ധർമ്മൻ പറയാൻ കേട്ടോ. ഈ ദേഷ്യവും ചൊറിച്ചിലും ഒക്കെ ആയിട്ട് നമ്മുടെ സുകന്യ നേരെ പോകുന്നത് രാജശ്രീയുടെ അടുത്തേക്കാട്ടോ. അവിടെ രാജശ്രീ ആണെങ്കിൽ, എടി എന്താ സംഭവിച്ചത്? അപ്പോഴാണ് രാജശ്രീ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുന്നത്. അയ്യോ നാശം പിടിക്കാൻ നാശങ്ങൾ, എന്നാൽ ഇങ്ങനെ കാണിച്ചല്ലോ എന്നോട്. അയ്യോ എനിക്ക് ചൊറിഞ്ഞിട്ട് വയ്യായേ ദൈവമേ, എനിക്ക് ചൊറിഞ്ഞിട്ട് വയ്യായേ, നീ അടങ്ങി നിൽക്കും, ഞാൻ ഈ പൗഡർ ഇട്ട് തരാം, ക്രീം ഇട്ട് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുകന്യ അടങ്ങി നിൽക്കുന്നില്ല. ഇതും കണ്ടുകൊണ്ട് ഇന്ദിരാമ്മ വന്നിട്ട്, എന്താ മോളെ ഇവിടെ, മോൾ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇക്ലിടുവാണോ? അതൊരു കടന്നൽ കുത്തിയതാ. കടന്നലോ? ദേഹം എല്ലാം ചൊറിഞ്ഞ് തടിച്ചതുപോലെ ഉണ്ടല്ലോ മോളെ, കടന്നൽ എവിടെ വെച്ച കുത്തിയത്? കടന്നലും അപ്പുറത്ത് ദേവമകൾ തൊച്ച. 3 എണ്ണം ഉണ്ട്, 3 കൊമ്പ് ഞാൻ ഒടിക്കുന്നുണ്ട്. അയ്യോ വേണ്ട കണ്ണിലൊക്കെ കുത്തിത്തരും. അപ്പോൾ ഉടനെ രാജശ്രീ പറയാം, തീ വെച്ച് നശിപ്പിച്ചാൽ മതി, അതോടെ ശല്യം തീരും. സുകന്യ തീ വെക്കുന്നുണ്ട്. സുകന്യ ആരാന്ന് മനസ്സിലായിട്ടില്ല. എന്താ മോളെ നിങ്ങളിങ്ങനെ പറയുന്നത്? കടലൊരു ജീവിയല്ലേ, അതെങ്ങനെയാ കടലിന് ഈ സുകന്യയും പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ തിരിച്ചറിയുന്നത്? ഇതൊരു പ്രത്യേകതരം ജീവിയാണ്. ഞാൻ കടന്നലിനോട് പകരം വീട്ടിയ അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് സുകന്യ ചോദിക്കുക. അതിന് നീ എന്തിനാ കടന്നലിനോട് പകരം വീട്ടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാ? ഈ അമ്മയുടെ ഒരു കാര്യം,
ഓഹ് അമ്മ കണ്ടോ, കടന്നിലുള്ള കൊണ്ടേ ഞാൻ മൂക്കിട്ട് ഇക്ഷ ഇജ്ഞ എല്ലാം എഴുതിപ്പിക്കും, എൻ്റെ കാല് പിടിച്ച് കഴിക്കും. അതെങ്ങനെയടി കടന്നിൽ ഇതൊക്കെ ചെയ്യുന്നത്? അതൊക്കെ ഉണ്ട്, ഞാൻ നോക്കിക്ക് കാണിച്ചു തരുന്നുണ്ടോ. എൻ്റെ ദൈവമേ, ഞാൻ ഈ ചൊറിച്ചിൽ എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ ഈശ്വരാ എന്ന് പറഞ്ഞു. അമ്മയാണെങ്കിൽ അന്തം വിട്ട് നിൽക്കാട്ട് ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് അറിയാത്ത. അങ്ങനെ കടയിൽ ബാലൻ ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ. ആകാശില്ല കടയിൽ. അപ്പം ആകാശ് വന്നിരുന്നെങ്കിൽ കുറച്ച് ചില കണക്കുകൾ ഏൽപ്പിക്കാണ്ട്, കാരണം പച്ചക്കറിയുടെ ലിസ്റ്റുകളും കാര്യങ്ങളും കൊണ്ട് ലോഡ് വരേണ്ടതാണ്. വേറെ ഒരു ഡീലറിനെ കാണാൻ പോകേണ്ട അത്യാവശ്യ കാര്യമുണ്ട് ബാലന്. രാമേട്ടനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇവൻ ഇത് എവിടെ പോയതാ രാമേട്ട? അയ്യോ, അവൻ ദാ വരുന്നു എന്നും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അത് 1 മണിക്കൂർ മുന്നേ അല്ല രാമേട്ട. ഒന്നുകൊണ്ട് വിളിച്ച് നോക്കാം അവനെ, പെട്ടെന്നെങ്ങാനും ഇങ്ങോട്ട് വരുമോയെന്ന്. അവൻ ഇതെല്ലാം ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് ഡീലറിനെ കാണാൻ പോകാനായിട്ട്. അങ്ങനെ വിളിക്കുമ്പോൾ ആകാശ് ദേ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ബാലനോട് പറയാം, ബാല 1 മണിക്കൂറിനകം വരാം, 10 മണിക്കൂറിനകം വരാം, 5 മിനിറ്റിനകം വരാം എന്നൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്. ബാലൻ കാത്തു നിന്ന് സമയം ഒരുപാടായി. അവസാനം ബാലൻ പറഞ്ഞിട്ട് ഇതൊക്കെ അവൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ് രാമേട്ട, പക്ഷേ എല്ലാത്തിനും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവൻ്റെ അഹങ്കാരം. പക്ഷേ ബാല നീ ഒരു കാര്യം ചെയ്യും, ബാക്കി കാര്യം ഞാൻ ഏറ്റോളാം. നീ പോകുന്നെങ്കിൽ പോക്കോ, വേണ്ട ഞാനിതേ ഒരു കാര്യം ചെയ്യാം, പച്ചക്കറിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞിട്ടേ ഞാൻ പോകണുള്ളൂ. എല്ലാം കൂടെ എന്നെക്കൊണ്ട് പറ്റില്ലല്ലോ രാമേട്ട, അതുകൊണ്ടല്ലേ ഇവനോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞത്. അതിനും ഇവന് വയ്യ, ജോലിയോട് ഒരു ആത്മാർത്ഥതയില്ല. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ തന്നെ ചെയ്തോളാം, അവൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത്രയും നേരം അവൻ വന്നില്ലല്ലോ അല്ലേ, അവന് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ല. അപ്പം രാമേട്ട, ഈ ഒരു സ്ഥാപനം എന്ന് പറയണത് ഇവരാരെയും കണ്ടുകൊണ്ടല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നതും കാണുന്നതുമല്ല. ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും കാലം കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല, ഞാൻ തന്നെ ചെയ്തോളാം. ഒറ്റയ്ക്ക് നിന്നാണ് ഞാൻ ഈ കടയും അധ്വാനിച്ച് ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഇനി അങ്ങോട്ടും ഒറ്റയ്ക്ക് തന്നെ നിൽക്കാം, അതല്ലേ നല്ലത്. അങ്ങനെ ബാലൻ രാമേട്ടനോട് പറയുന്നുണ്ട്, ലോഡ് കൊടുത്തിട്ടേ ഞാൻ തിരിച്ചു വരട്ടെ, എന്നിട്ട് അവനുള്ളത് ഞാൻ പിന്നെ കൊടുത്തോളാം. അത്രയും പറഞ്ഞ് ബാലൻ അവിടുന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. രാമേട്ടനും വല്ലാത്തൊരു വിഷമമായിട്ടുണ്ട്. ഈ സമയം നമ്മുടെ മിത്ര ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്ത് ഒത്തിരി നാളായി. കാരണം ധർമ്മൻ്റെ കല്യാണവും ഒക്കെ ഉള്ള റിസപ്ഷനും പ്രശ്നങ്ങളും ഒക്കെ ആയതുകൊണ്ട് പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഒന്ന് സമാധാനപ്പെട്ട് വരുന്നത് കൊണ്ട് ആര്യം പറഞ്ഞു, ഇനിയിപ്പോൾ അധികം നാളില്ല, പോലീസ് ടെസ്റ്റിന് കഴിഞ്ഞല്ലോ, അതെന്തായാലും കിട്ടി. അതുപോലെ ഫിസിക്കൽ ടെസ്റ്റിലും നല്ല ഇത് കിട്ടിയാൽ മാത്രമേ ജോലിയിൽ കയറാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇനി വീണ്ടും പ്രാക്ടീസ് തുടങ്ങണമെന്ന് പറഞ്ഞ് ഗ്രൗണ്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തുണ്ട്. തിരിച്ച് ഫോണിൽ വിളിക്കുകയാണ് നമ്മുടെ ആര്യൻ. അപ്പോൾ തന്നെ മിത്ര ഫോൺ എടുത്തിട്ട് വന്ന സ്ഥലം ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം വന്ന പാടെ തന്നെ മിത്ര പറഞ്ഞിട്ട് എനിക്ക് ഇറങ്ങാൻ താമസിച്ച് പോയി ആര്യ. ആ സുകന്യ ചേച്ചിയാണെങ്കിൽ അവിടെ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു, അവർ കാണാതെ വേണ്ട ഇറങ്ങി വരാൻ. അതുമാത്രമല്ല ഏത് നേരം നോക്കിയാലും ഫ്രൂട്ട്സ് തീറ്റിയ. ശ്രീദേവി ചേച്ചിക്ക് ഓരോരുത്തരും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നില്ല, അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്ന ഫ്രൂട്ട്സുകൾ ആ ചേച്ചി അങ്ങനെ കഴിക്കാറില്ലല്ലോ. അത്രയും അവിടെ ഇരുന്ന് കഴിച്ച് തീർക്കണം, അത്രയും സുകന്യ ചേച്ചിയാണ്. അമ്മയ്ക്കൊക്കെ അറിയാം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. ശരി, നമ്മൾ സംസാരിച്ച് ഒത്തിരി സമയം കളഞ്ഞു, നമുക്ക് ഈ പ്രാക്ടീസ് തുടങ്ങിയാലോ? തുടങ്ങാം. അങ്ങനെ പെട്ടെന്ന് തന്നെ ടൈമൊക്കെ സെറ്റ് ചെയ്ത് മിത്രയെ കൊണ്ട് ഓടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നേരത്തെ 10 മിനിറ്റിനുള്ളിൽ മിത്ര ഓടിത്തീരുന്ന അതേ ഓട്ടം ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടും ഓടിത്തീരുന്നില്ല. അതിൽ ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ അവർ തമ്മിലിങ്ങനെ സംസാരിക്കുകയാണ്. അയ്യോ, എന്നെക്കൊണ്ട് സാധിക്കുമോ? സാധിക്കും, നീ സമാധാനപ്പെട്. അതല്ലെന്നേ, നീ ഇത്രയും നാൾ പ്രാക്ടീസ് ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ. പിന്നെ ഒരു കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം 10 മിനിറ്റാണ്. അത് നീ 10 മിനിറ്റിന് പ്രാക്ടീസ് വരുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ പിന്നെ നീ 5 മിനിറ്റിലാക്കണം. ഈ 5 മിനിറ്റിനകത്ത് ഓടി തീർന്നാൽ മാത്രമേ ഈ 10 മിനിറ്റിനകത്ത് നീ ജയിക്കും എന്നൊരു ഉറപ്പുണ്ടാവുള്ളൂ. അത് നമുക്ക് എടുക്കാം. ദിവസവും പ്രാക്ടീസ് മുടങ്ങാതെ ഇനി തൊട്ട് അങ്ങോട്ട് പൊക്കോളണം. അതുകൊണ്ട് നീ പേടിക്കണ്ട, ഒക്കെ ശരിയായിക്കോളും, ഞാനില്ലേ നിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കുകയും പിന്നെ ആര്യൻ എന്തോ വന്നപ്പം കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു കുറിക്കാനായിട്ട്. അതൊക്കെ മിത്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. 2 പേരോട്ട് പങ്കിട്ട് കഴിക്കാം. അപ്പോൾ പിന്നെ ലോറിയിലാണ് വന്ന് ലോറി ഒതുക്കിയിട്ടിട്ട് വേറെ ഒരു ഓട്ടം ഉണ്ട്. ആ സമയത്ത് മിത്രയുടെ ആഗ്രഹം പറയുന്നുണ്ട്, കുറച്ച് നേരം നമുക്ക് ഈ ലോറിയിൽ സിറ്റിയിലൊന്ന് കറങ്ങിയാലോ എന്ന്. ആദ്യം സമ്മതിച്ചില്ലെങ്കിലും മിത്രയുടെ വിഷമം ഒന്ന് മാറ്റിയാലോ എന്ന് വെച്ചിട്ട് ആര്യം പറയേണ്ട. ശരി, നീ ഒരു കാര്യം ചെയ്യും, വണ്ടിയിലേക്ക് കയറ്, നമുക്കൊന്ന് കറങ്ങി അടിച്ചിട്ട് വരാമെന്നും. അങ്ങനെ അവർ അടിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. കൃഷ്ണമംഗലത്താണെങ്കിൽ അനന്തനോട് വന്ന് നന്ദിത പരാതി പറയുന്നുണ്ട്. അനന്തേട്ടാ, നിങ്ങളെല്ലാം ചെയ്തത് വലിയ ദ്രോഹമായിപ്പോയി ആ ധർമ്മനോട്. എന്താടി ഇപ്പോൾ കുഴപ്പം? ഈ സുകന്യ ആളത്ര ശരിയല്ല, അവളെ പിടിച്ച് തലയെ കെട്ടിവെച്ചതുപോലെ തോന്നുന്നേ. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. ഇപ്പം അങ്ങനെയായോ? അവന് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാക്കി കൊടുത്തതല്ലേടി? അതൊക്കെ ശരി തന്നെയാണ്. അവൾ ആരാ, എന്താ, എങ്ങനെയുള്ള ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അവളുടെ എന്തെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? അതൊക്കെ ശരിയാ, പക്ഷേ വീട്ടുകാരെ അല്ലല്ലോ നോക്കേണ്ടത്, നമ്മൾ സുകന്യ നോക്കിയാൽ പോരെ? അവളെയല്ലേ അവൻ താലി കെട്ടിയത്. എന്നാലും എന്ത് താലികെട്ടിൻ്റെ പേരിലായാലും
അവളെ നമ്മൾ സൂക്ഷിക്കണമെന്നാണ് തോന്നുന്നത്. അവൾ ആളത്ര ശരിയല്ല. പിന്നെ ദേവമംഗലത്ത് അവളിപ്പോൾ ഒരു തലവേദനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരല്പം ഇരുന്നോട്ടെ. കാരണം ബാലൻ നമ്മൾ എന്തെല്ലാം ചെയ്തു അതിന് പകരമായിട്ട് അത് നല്ല കാര്യം തന്നെയാണ്. അത് ശരി, ബാലൻ ചെയ്തതിന് പകരമായിട്ട് ധർമ്മൻ്റെ ജീവിതമാണോ നിങ്ങൾ ഇല്ലാതാക്കിയത്? ധർമ്മൻ നിങ്ങളുടെ സ്വന്തം അനിയനല്ലേ? അവനെ നിങ്ങൾ ഇങ്ങനൊരു കുടുക്കിൽ കൊണ്ടിടാൻ പാടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ തന്നെ ആ സുകന്യ ഓടി ഓടി ഇവിടെ വരും. വന്നിട്ടോ ആ സ്ത്രീകൾ രാജശ്രീയായിട്ട് ഏത് നേരം നോക്കിയാലും മുറിക്കകത്തിരുന്ന് കുശുകുശ പറയും. എന്നിട്ട് എന്തൊക്കെയോ പദ്ധതികൾ അവർ തമ്മിൽ പ്ലാൻ ചെയ്യുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് നന്ദിത തിരിച്ച് പോവാട്ടോ. അപ്പോൾ നമ്മുടെ അനന്തന് അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു വിഷമം പോലെ തോന്നുവാണ്. അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ആനന്ദ് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഗോമതി പിടിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയാം, എടാ ആനന്ദേ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യവും അമ്മേ, ഞാനൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരട്ടെ. അതൊക്കെ മതി, നീ അവിടെ ഇരിക്കുക. ഞാൻ സംസാരിക്കണം മുഴുവനും കേട്ടതിന് ശേഷം നീ ഫ്രഷായിട്ടൊക്കെ വന്നാൽ മതി എന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞ് പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. നിനക്ക് നിൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ചിന്തയില്ലേ? നിൻ്റെ ദേവിയെക്കുറിച്ച് ചിന്തയില്ലേ? ഉണ്ട്, എനിക്ക് എല്ലാവരെക്കുറിച്ചും ചിന്തയുണ്ട്. കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിന്നെ ദേവിയെക്കുറിച്ച് അതിൽ വരുമല്ലോ അമ്മേ. പിന്നെന്താ? പിന്നെ കുഞ്ഞിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ചിന്ത ഉണ്ടെങ്കിൽ അത് ഇപ്പോഴേ തുടങ്ങണം. അതെ അമ്മ, ഇപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? അത് ഇപ്പം തന്നെ ഇന്നത്തെ രാവിലത്തെ കാര്യം നീ ഓർത്തില്ലേ? മഞ്ഞ വെള്ളത്തിൻ്റെ കാര്യം. അത് കുഞ്ഞിൻ്റെ അച്ഛനാണെന്നുള്ള രീതിയിൽ നീയല്ലേ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആദ്യമേ ചെയ്യേണ്ടിയിരുന്നത്. അതൊക്കെ ഇപ്പോൾ എത്ര വലിയ കാര്യമാണ് അമ്മേ എന്നൊക്കെ ഇങ്ങനെ ആനന്ദ് ചോദിക്കേണ്ടത്. പക്ഷേ ഗോമതി വിടുന്നില്ല കേട്ടോ. ആനന്ദിന് ശരിക്കും വഴക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.